വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. നീറ്റ് 2025 ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ട് ആരും പേടിക്കേണ്ട. കുറെ അഡിനിൽ കാസിലെ കണ്ട് ആരും പേടിച്ചു പോകും. അങ്ങനെ ആരും പേടിക്കേണ്ട. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ വെച്ചാൽ മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അഡിനോസിൻ, അഡിനിലിക് ആസിഡ്, അഡിനിൻ, അലാനിൻ ഓൾ ഇൻ ടു കുറെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് മാച്ച് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് എന്ത് പഠിക്കാം? കമ്പോണൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, കമ്പോണൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ് ന്യൂക്ലിക് ആസിഡ് കമ്പോണന്റ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ കമ്പോണന്റ് ആണ് ഷുഗർ. ഓക്കെ, ഷുഗർ നമുക്കറിയാം. RNA ആണെങ്കിൽ റൈബോ ഷുഗർ, DNA ആണെങ്കിൽ ഡിയോക്സി റൈബോ ഷുഗർ. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നെക്സ്റ്റ് നൈട്രജൻ ബേസ്. ഓക്കെ, നൈട്രജൻ ബേസ് രണ്ട് പ്യൂരിനും പിരമിഡിനും. നെക്സ്റ്റ് മൂന്നെന്താ? ഫോസ്ഫേറ്റ്. ഇത് മൂന്നുമാണ് നമ്മളുടെ ന്യൂക്ലിക് ആസിഡിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലടാ? അപ്പോൾ നമുക്ക് നോക്കാം. ഷുഗർ പ്ലസ് നൈട്രജൻ ബേസിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മളതിന് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പേര് വിളിക്കും. ആ പേരാണെന്ത്? ന്യൂക്ലിയോസൈഡ്. ഓക്കെ, ന്യൂക്ലിയോസൈഡ്. അപ്പോൾ ന്യൂക്ലിയോസൈഡ് എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്നും എസ്സും ഇല്ലേ? NS. അപ്പോൾ ഞാൻ ഷോർട്ടാക്കി പറയാറുണ്ട് NS. അപ്പോൾ ന്യൂക്ലിയോസൈഡ് ഷോർട്ടാക്കി NS എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ? നൈട്രജൻ ബേസ്, S എന്താ? ഷുഗർ. ഓക്കെ അല്ലേ? അപ്പം അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് റൈബോസ് എന്ന് പറയുന്ന ഷുഗറിനായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു ന്യൂക്ലിയോസൈഡ് കിട്ടും. ആ ന്യൂക്ലിയോസൈഡിന്റെ പേരാണ് അഡിനോസിൻ. ഇപ്പൊ ഗ്വാനിൻ പ്ലസ് റൈബോസ് ഗ്വാനോസിൻ. ഓക്കെ, ഗ്വാനിൻ പ്ലസ് റൈബോസ് ഗ്വാനോസിൻ. ഓക്കെ അല്ലേ? ഇനി ഇതിലേക്ക് അഡിനോസിനിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്യാം. അഡിനോസിനിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂക്ലിയോസൈഡിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ന്യൂക്ലിയോടൈഡ് കിട്ടും. ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? ഒരു അസിഡിക് കമ്പോണന്റ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം അഡിനോസിനിലോട്ട് ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അഡിനിലിക് ആസിഡ് കിട്ടും. എന്ത് കിട്ടും? അഡിനിലിക് ആസിഡ്. അതെന്താണ്? ന്യൂക്ലിയോടൈഡ് ആണ്. അല്ലെങ്കിൽ അതിന് എന്ത് വിളിക്കും? അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്, അല്ലെങ്കിൽ AMP എന്ന് വിളിക്കും. AMP. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. അഡിനോസിൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു ന്യൂക്ലിയോസൈഡ് ആണ്. അപ്പോൾ ന്യൂക്ലിയോസൈഡ് വരുന്നത് എന്താ? A3 ആണെന്ത്? A3. അപ്പോൾ A3 വരുന്നതാ? ഓപ്ഷൻ 2 ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. 1, 3, 4 ഉണ്ട് അല്ലേ? അഡിനിലിക് ആസിഡ് വന്നാൽ അത് ന്യൂക്ലിയോടൈഡ് ആണ്. ഓക്കെ, ആസിഡ് വന്നാൽ ന്യൂക്ലിയോടൈഡ് ആണ്, അല്ലെങ്കിൽ അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് എന്ന് പറയും കേട്ടോ. അപ്പോൾ B2 ആണ്. ഓക്കെ, B2 വരുന്നതാ? ഓപ്ഷൻ 3 ഇല്ല. ഓക്കെ, അഡിനിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഡിനിൻ എന്ന് പറയുന്നത് ഒരു പ്യൂരിൻ ആണ്. ഓക്കെ, പ്യൂരിൻ എന്ന് പറയുമ്പോൾ നൈട്രജൻ ബേസ് ആണ്. ഓക്കെ, അപ്പോൾ നൈട്രജൻ ബേസ് ക്യാൻ ബി 2. നൈട്രജൻ ബേസ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്യൂരിനും പിരമിഡിനും. പ്യൂരിൻ എന്ന് പറയുമ്പോൾ ആരൊക്കെടാ? ഗ്വാനിനും അഡിനിനും. മറ്റെന്താ? കട്ട്, സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ. അപ്പം അഡിനിൻ എന്ന് പറയുമ്പോൾ C1 ആണ് വരിക. അലനിൻ എന്താണ്? അലനിൻ എല്ലാവർക്കും അറിയാം, അതൊരു അമിനോ ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഏതാ ഓപ്ഷൻ വരുന്നത്? C ഏതാ വരുന്നത്? അഡിനിൻ C1 ആണ് വരുന്നത്. ഓപ്ഷൻ 1 ആണ് ആൻസർ. ഒരിക്കലും എന്തല്ല 3 അല്ല.